ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. ജാതി വിവേചനത്തെ തുടർന്ന് ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് ഈഴവ ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നത്. അഡ്വൈസ് മെമ്മോ പ്രകാരം നിയമനം നടത്തേണ്ടത് കൂടൽമാണിക്യം ദേവസ്വമാണ്. തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ കെ.വി. മോഹൻദാസ് തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രേഖാമൂലം അറിയിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കത്ത് കൊടുക്കും. അങ്ങനെ ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കുന്ന അവിടുത്തെ ഭരണസമിതി അംഗത്തിന്റെ പേര് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടൽമാണിക്യം ദേവസ്വത്തില് തന്ത്രിയും കൂടെ ഒരു ഭരണസമിതി അംഗമാണ്, ഭരണസമിതിയിലെ ഒരു അംഗമാണ്, എക്സ് ഒഫീഷ്യോ അംഗമാണ്. അപ്പൊ അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ തന്ത്രിയെ അവരുടെ പ്രതിനിധിയായിട്ട് അയക്കാൻ വിരോധമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് തന്ത്രിക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ വ്യവസ്ഥയുണ്ട്. ആ ഭരണസമിതിയുടെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ തന്ത്രിയെ അവർക്ക് അയക്കാവുന്നതാണ്.